ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് അജ്മാലിൽ ജെർഫിൽ MS Maxൽ നമ്മൾ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി വന്ന കേട്ടോ. ഇന്ന് നല്ലൊരു അടിപൊളി സ്റ്റോറി ഉണ്ട്. ഇന്ന് രാത്രി നമ്മൾ വീഡിയോ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ കാരണം തന്നെ നമ്മളെ എന്താ അസറിൻ്റെ പേരെത്താ അല്ല വന്ത്രഹം എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന അസ്ഹറിൻ്റെ വീഡിയോ കണ്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഡ്രസ്സിനും എല്ലാ സാധനത്തിനും 1 ദിർഹംസാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറേ ടീം പറഞ്ഞു വീഡിയോ എടുക്കണ്ട, 1 ദിർഹംസിന് ഡ്രസ്സ് വാങ്ങാൻ വരുന്നത് വീഡിയോ എടുക്കണം വെച്ച്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞപ്പം ഷെബീർ ഇപ്പം അജ്മാനിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്താട്ടോ. അതേപോലെ നാടന് വന്ന് പ്രിൻസും ഉണ്ട്. പിന്നെ നമ്മൾ വീഡിയോ എടുത്തല്ലോ, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന് ക്യാമറ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഡ്രസ്സുകളുണ്ട് ചെറിയ പൈസക്ക്. ഞാനൊരു 2 ദിവസം മുമ്പ് ഇവിടെ വന്നാണ്ട് 30 ഡ്രസ്സ് നമ്മൾ 27 ദിർഹംസിന് വാങ്ങിന്. ഭയങ്കര ഓഫത്താ പ്രിൻസ് ഇട്ടോടെ. എന്താ പറയുക ഷോപ്പിങ്ങിനെ പറ്റി? എന്താ പറയുക, ഉഷാറായിട്ട് തകൃതായിട്ട് നടക്കും ഷോപ്പിംഗ്. എല്ലാവരും ഏകദേശം ഒരു 7 മണി 7:30 പേർക്കിട്ടില്ലേ. ഇനി പ്രിൻസിന്റെ വേറെ കോമഡി നമ്മൾ പറഞ്ഞു കേട്ടോ. പ്രിൻസ് വേറൊരു കോമഡി കേട്ടോ. ഇവിടുത്തെ ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിയ സാധനം ഒരു ചെങ്ങായി ഇതാ ഇവിടെ അജ്മാനുള്ള വാങ്ങിയിട്ട് ഇട്ട് വന്നിന്. വേറെ രസം എന്താ വെച്ചാൽ പ്രിൻസിൻ്റെ കോമഡി എന്താ വെച്ചാൽ ആ കോമഡി ഞാൻ പറഞ്ഞുതരാം. പ്രിൻസിന് വൈഫിന് ജോലി ചെയ്യുന്നുണ്ട്, ഫുജേറയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ഫുജേറയിൽ നിന്ന് അജ്മാനിക്ക് വന്നത്. ഓൾ ഡ്യൂട്ടി കഴിഞ്ഞ് 5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പ്രിൻസിനോട് പറഞ്ഞു എനിക്ക് മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് ഒന്ന് കഥ പറയണം. കാരണം കുറേ നാട്ടിലത്തെ ഫീൽ കിട്ടുന്നില്ല, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ പ്രിൻസിനെ വിളിച്ച് കൽബേൽ എവിടെയാണ് നമുക്ക് പിന്നെ മരത്തിൻ്റെ ചോട്ടിൽ കഥ പറയാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ഞാൻ പറഞ്ഞു കൽബേൽ കുറേ സ്ഥലം പറഞ്ഞു കൊടുത്ത്. അപ്പോൾ കൽബേൽ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഓരി പോയിന്. അവസാനം ഞാജി പറഞ്ഞ്, എൻ്റെ വൈഫ് നാജി പറഞ്ഞ് പിന്നെ അജ്മാനിക്ക് നമുക്ക് ഇങ്ങോട്ട് പോരാ, അജ്മാനിൽ ഇവിടെ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ പ്രിൻസോട് ഞാൻ പറഞ്ഞു പ്രിൻസെ ഞാൻ ഇപ്പോൾ ഷാർജയിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓടി ഇവിടെ എത്തിയിട്ടുള്ളൂ. പ്രിൻസ് അറിയാം എന്തായാലും പോയാൽ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, നേരെ വണ്ടി എടുത്ത് പോകുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ലാസ്റ്റ് പറഞ്ഞെന്തായാലോ എന്നെ വിളിക്കാതെ ജസ്റ്റ് ആ കൽബയിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ജസ്റ്റ് മരത്തിന് ചോട്ടി നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഒരു ചായയുടെ പൈസ ഇല്ല. ഇപ്പം അവിടുന്ന് ഇവിടെ ഫുജേറി ഞങ്ങൾ അജ്മാനിലെത്തി 1.5 മണിക്കൂർ ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്. 1.5 മണിക്കൂർ ഓടിയിട്ട് ഇവിടെ അജ്മാനിൽ ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. എന്താണ് പറയണത്? ഏട്ടാ പോയേക്കട്ടോ. അപ്പോൾ ഉള്ളിൽ കൊണ്ട് പോയിട്ട് കാണിച്ചു തരാം. ഗൈസ് ഇതാണ് ഡ്രസ്സ് ഉള്ളത്. ഇതുണ്ട് വില നോക്കി നിങ്ങൾ 99 ഫീൽസാണ്. ഓക്കെ, $99 ഫിൽസിനാട്ടെ ഈ സാധനം നോക്കി നിങ്ങൾ. 99 ഫിൽസാണ്. എത്ര രൂപ നാടാ? ആ കാൽക്കുലേറ്റർ നിർത്താം, ഇത് കാണിച്ചു കൊടുത്താൽ വെച്ചാൽ 24 ദിർഹംസല്ലേ ഒരു ഫിൽസിന്. 50 80 23 നാട്ടിലെ 23 രൂപയും 56 ഫിൽസും. 23.50 കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നാട്ടിൽ കിട്ടും. ഈ സാധനങ്ങൾ നോക്കി സ്റ്റിച്ചിങ്ങിൻ്റെ പൈസ ആവില്ല. അതെടുത്ത് കാണിച്ചാടാ. ഇതാടാ സാധനം. ആ ഡിസ്പ്ലേൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഉണ്ടോ കണ്ടങ്ങള്. ഇത് ആകെ ഈ വില ഇതിനുള്ളത്. സ്റ്റിച്ചിങ്ങിൻ്റെ പൈസ ഉണ്ട്. അന്ന് വിളിച്ചാടാ. സ്ട്രെച്ചബിൾ സാധനമാണ് കേട്ടോ, അടിപൊളി സാധനം. 1 ദിർഹംസ്. നാട്ടിലൊന്നും ഈ സാധനം എന്ത് എന്നാലും ഈ സാധനം കിട്ടില്ല നമുക്ക്. ടാഗിന് കൊടുക്കേണ്ട ഉറുപ്പ്യ 23 ദിർഹംസിനാണ് സാധനം കിട്ടിട്ടോ. അതേമാതിരി കുട്ടികൾ ഡ്രസ്സ് വെക്കിഞ്ഞ് ഇവിടെ കുട്ടികളുടെ ഡ്രസ്സ് അതൊക്കെ 99 ഫിൽസ്. 23.50 ഒക്കെ വരുന്നത് ഫുൾ ഡ്രസ്സ് നോക്കിട്ടോ. ഇഷ്ടം പോലെ നമ്മൾ ടീം ഇതവിടെ ഷോപ്പിംഗ് കൊടുക്കിയിട്ടുണ്ട്. 5 ഇത് ഏത് ടീം? ഇതെന്താ പരിപാടി? ഇതെന്താ പരിപാടി ഇട്ടു? ഇതെന്താ? ഹായ് പറഞ്ഞേ. ഹായ് പറയില്ല. ചിപ്സ് കഴിക്കാട്ടോ. ഇതിപ്പോൾ ചിപ്സ് ഇവിടെ നിന്ന് കിട്ടിയേ. അപ്പോൾ നിങ്ങൾ നടത്താണ്. നാടാണെങ്കിൽ അടുത്ത മാസം നാട്ടിൽ പോവാ. നാടൻ്റെ ട്രോളി ഞാൻ കാണിച്ചു കേട്ടോ. ഒരു സംഖ്യൻ്റെ സാധനം വാങ്ങിണ് അല്ലേ നാടാ. 500 ദിർഹംസിൻ്റെ 500 ദിർഹംസിൻ്റെ സാധനം വാങ്ങി കേട്ടോ. എന്ത് നല്ല രസമുള്ള ഡ്രസ്സ് നോക്കട്ടെ. അത് നോക്കി, ഇതിന് 1 ദിർഹംസ് 23 റുപ്യ ഇതിന് വില ഉള്ളൂ. അതെടുത്തോ, എന്താ എടുക്കണേ? ധൈര്യം എടുത്തൂടെ?
നാജിക്ക് വാങ്ങിയ സാധനം നോക്കി മക്കളെ. സാജി ഞാൻ സാധനം വാങ്ങിക്കാം. നാജിനെ കാണിച്ചു. നാജി എന്താ ഷോപ്പിങ്ങിനെ പറ്റിയ ഇത്രയും ഒരു ദിവസം സാധനം പറഞ്ഞപ്പോഴേ 5 വാങ്ങിയ സാധനങ്ങൾ നോക്കിയെങ്കിൽ ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങി 5 നാടനെ വാങ്ങിയ പെട്ടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് പറ്റിയ സാധനം ഓക്കെ. ഇവിടെയുള്ള ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു കൊടുത്തു നാട്ടിക്ക്. നാട്ടു പൊള്ളിയല്ലേ ആ നാട്ടിക്ക് പോകുന്നുണ്ട്. ഓനോന്റെ പെണ്ണുങ്ങൾ നാട്ടിൽ കൊണ്ട് അടുത്ത മാസേ ഇതാ അറബിയാന് മുങ്ങി ഇതാ അറബിയാന് വാങ്ങിട്ടോ. അറബിയാന് വാങ്ങിയ സാധനങ്ങളാ നോക്കിയങ്ങൾ. വൻ ഷോപ്പിംഗ് മാഷാ അല്ലാ. ഉണ്ടോ അറബിയാന് വാങ്ങിയ സാധനങ്ങളാണ്. രണ്ടാളും വല്ല നൈസായിട്ട് കഥ പറയായിരുന്നു ഉണ്ടാവൂലേ ആൾക്കാർ. വേറെ ആരും എടുത്തുവെച്ചാ എൻ്റെ അല്ലല്ലോ. എനിക്ക് ഈ ഒരു കഴിവാണ് എൻ്റെ പ്രത്യേകത. കളവ് പറയാനുള്ള കഴിവ് സ്പോട്ടറി. എനിക്ക് ചാച്ചാ ചിപ്സ് ആണ്. അല്ലല്ലോ അല്ലല്ലോ ചിപ്സ് കിട്ടോ? ഇല്ല എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ നമ്മൾ പ്രിൻസിന് ചെരുപ്പ് എടുക്കാനാട്ടോ. വെറുതെ പ്രിൻസേ ഈ ചെരുപ്പ് എടുത്തോ. ഇതെങ്ങനെ ഈ ചെരുപ്പ് എടുത്തോ. ഈ ചെരുപ്പ് എടുത്താടാ. ആ ചെരുപ്പ് ഒന്ന് കാണിച്ചു കൊടുത്താ. ഇവിടെ UAE ഏറ്റവും വലിയ ചെരുപ്പാട്ടത്. UAE ഏറ്റവും വലിയ ചെരുപ്പ് ഗൈസ്. ഇത് കണ്ടോളി. ഏത് ചെരുപ്പ് പോരെ ഒരാൾ കയറിക്കില്ല. ഹൈറ്റ് കാണിച്ചാ മോനെ ഒരാളെ ഹൈറ്റ് ഉണ്ടാ. ഏത് സാധനം പ്രിൻസ് അതിൽ കയറി വയ്ക്കാം. അതിൽ കയറി കിടക്കലേ. പ്രിൻസേ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ള എനിക്ക്? ഇതിനൊത്ത കാലാർക്കുള്ളത്. ഇതിനൊക്കെ കാലാണ് ഞാൻ കണ്ടുപിടിക്കാതിരിക്കണേ. ആ ബാഗാക്കി കൊണ്ടുപോകല്ലേ. ഏതായാലും 10 രൂപയ്ക്ക് കായ്ക്കുള്ള മുതലാണ് മോനെ. അടിപൊളി സാധനം കേട്ടോ. എടാ ഇത്ര വലിയ സാധനം. ഇത് ഡിസ്പ്ലേക്ക് മാത്രം വെക്കണാവൂലേ? 38 സൈസൊന്നും ആർക്ക് ഭാഗം സാറാ. ഇതിലിപ്പോൾ നമുക്ക് ഈ ബിലീസിന് വെച്ചേക്കണം. ദജ്ജാലിനല്ലേ ദജ്ജാലിനുള്ള ചെരുപ്പ് എടുത്തിട്ടോ. കുട്ടികൾക്ക് മുതൽ ദജ്ജാലിന് വരെയുള്ള ചെരുപ്പുകൾക്ക് ബന്ധപ്പെടുക. ചെരുപ്പിൻ്റെ കളക്ഷനൊക്കെ നോക്കി നോക്കളെ. ഒരു ലോഡ് കളക്ഷൻസ്. നമ്മളോട് കുറേ ആൾക്കാർ പറഞ്ഞു ഇനി ഇതിന് വേണ്ടി 24 ദിർഹംസ്. എത്ര വല്ല നടന്ന് കാണിച്ചു ജസ്റ്റ് 24 ദിർഹംസ്. 24 ദിർഹംസ് പറഞ്ഞാൽ നാട്ടിലത്തെ 500 രൂപ. 500-600 രൂപ വരുള്ളൂ കേട്ടോ. ഇവിടെ ലേഡീസിൻ്റെ കുട്ടികളത്, ചെറിയ പെൺകുട്ടികളത്, ഇവിടെ ജെൻസിൻ്റെ കേട്ടോ ഇഷ്ടം പോലെ. പിന്നെ വലിയ ആൾക്കാരത് അവിടെ വലിയ ആൾക്കാരുണ്ട്. ഫാൻസി സാധനങ്ങളുണ്ട്. ഇപ്പം ഒന്ന് കാണിച്ചു തരാം. അതൊക്കെ കണ്ടോളി. നാടാ എന്താ പറയാനുള്ളൂ. ഇതൊക്കെ 10 രൂപ 19 രൂപ കേട്ടോ. ഇത് 19 അതിന് വില ഉണ്ടല്ലേ. ഇത് 24 ഈ റേഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ MS Max അജ്മാനാണ് സ്ഥലം. ഇപ്പോൾ 5, 6, 7, 8 ഈ 4 ദിവസം ഇവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഇത്ര തിരക്ക്. ഇത് വീക്കെൻഡൊന്നുമല്ല, പക്ഷേ തിരക്കുണ്ട്. ബാഗ് ഷാജഹാൻ്റെ പെങ്ങളെ ചോദിച്ചിരുന്നു ബാഗ് വേണമെന്ന്. ഏത് ബാഗ് എടുത്താലും അതിൻ്റെ പൈസ കൊടുക്കാം. ഓക്കെ. ഏത് ബാഗ് എടുത്താലും അതിൻ്റെ വില നോക്കുക കൊടുക്കാം. ഏട്ടാ ട്രോളിയാണ് മനസ്സിലാവണ്ടേ. എടുത്ത ഓഹോ കുട്ടികൾക്ക് ഇരിക്കാം അല്ലേ. ഓക്കെ ഒന്ന് പോയാ. ഏട്ടാ പ്രിൻസേ കറക്റ്റാടാ. ഇതെന്താടാ ബാഗ് ഇതിങ്ങനെ? ഇത് പണ്ട് ഓല മടഞ്ഞ വരുന്നുണ്ടല്ലേ. ഏതാ ഒരു ടീം ബാഗ്. ഇഷ്ടം പോലെ ബാഗുകളുണ്ട് ഗൈസ്. 14 രൂപ. ഏത് ബാഗുകൾ വേണം എടുത്ത് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് ഏതായാലും ഫുജേറയിൽ നിൽക്കേണ്ട. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇന്ന് റെസ്റ്റ് എടുക്കാമെന്നാണ്. എങ്ങനെ വന്നറിയില്ല. ഏതായാലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. ഇതാണ് പറഞ്ഞത്. നമ്മൾ എവിടെയാണ് വിധിച്ചത് അവിടെ എത്തിപ്പെടും എന്തായാലും. പ്രിൻസ് വൈകുന്നേരം 5:30 ഒന്ന് വിളിച്ച്
ഒരു മരത്തിൻ്റെ ചോട്ടിരുന്ന് കഥ പറഞ്ഞതാണ്. ആ മരത്തിൻ്റെ ചോട്ടിലെ കഥ പറയില്ല അജ്മാൽ കൂടത്തി. അപ്പോൾ അല്ല അജ്മാലിൻ്റെ മറ്റേ MS Maxന്റെ ഉള്ളിലായി പോയി. കൽവയിലോട്ടാണ് പോയാൽ മതി. അതുണ്ടായത്. ബാഗൊക്കെ നോക്കിയേ കുട്ടികൾക്കുള്ള. നിങ്ങൾ ചിപ്സ് കഴിച്ചു കഴിഞ്ഞോ? ചിപ്സ് കഴിച്ചു കഴിഞ്ഞോ? ചിപ്സ് കഴിച്ചോ? ചിപ്സ് കഴിച്ചോ? കഴിച്ചോ? നല്ലതാണോ? കഴിച്ചോ? എന്താ പറയും. ഷെബീർ ഷൂ നോക്ക്. ഷെബീർ എനിക്ക് എന്താ ഷൂ കിട്ടിയോ? പൊളി. ഞാൻ അടിപൊളിയാ. എടുക്കണില്ല, ഞാൻ നോക്കട്ടെ. ടീഷർട്ട് എല്ലാവരും എടുത്തിട്ട്. ടീഷർട്ടിന്റെ വില എത്രയാണെന്ന് വെച്ചാൽ നാട്ടിലെ 1500 റംസ് അല്ലേ? 1050 രൂപ, 50 രൂപ കേട്ടോ. 1 റംസ് അല്ല, നല്ല വില ടീഷർട്ട് നാടെടുത്ത്. നാടൻ അടുത്ത മാസം നാട്ടിൽ വരുന്ന ഞങ്ങളെ പറ്റിച്ച. അടുത്ത മാസം നാട്ടിൽ വരുന്നില്ല. പറ്റിച്ച പോണില്ല. പറ്റിച്ച നാടൻ നാട്ടിൽ പോണില്ല കേട്ടോ. ഗൈസ് നമുക്ക് പുതിയൊരു സാധനം പരിചയപ്പെടുത്തി കേട്ടോ. നാടകത്തിലെ സാധനങ്ങൾ അവിടെ പഠിക്കും. എന്താ നാട്ടിൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കിണറിന് വെള്ളം കോരുന്നത് പാളം. കിണറിന് വെള്ളം കോരുന്നത് കിണറിന് വെള്ളം കോരുന്ന പാളാന്ന സാധനം ഉണ്ടായിരുന്നു. റബ്ബറിന്റെ കറുത്ത കളറ്. ആ സാധനത്തിന്റെ വേറെ സാധനമാണ് ഇപ്പൊ ആൾക്കാർ. ഇത് AI വെർഷനാണ്. ഇത് ബാഗായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. മീൻ വെള്ളം പുറത്ത് പോയിക്കോളും, മീനിൽ കൊടുക്കും. അതാണ് ടെക്നോളജിയാ അല്ലേ? എത്തിക്കണം. ബാഗ് നോക്കിയേ. മറ്റേ നാടാ മറ്റേ ഷൂ കാണിച്ചു കൊടുക്കണ്ട. ഷൂ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഇത് നോക്കി നിങ്ങള് ഇഷ്ടം പോലെ ബാഗ്. അത് നോക്കി ഒറിജിനൽ സാധനം ന്യൂ ബാലൻസിന്റെ. ഏത് സാധനം നോക്കിയകള്. മോനെ പൊളി സാധനം. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഏതെടുത്താലും. ഗൈസ് ബാഗുകൾ ഉണ്ട് കേട്ടോ. 44 dirhams, 45 dirhams. വാവ്, ദാറ്റ്സ് നൈസ്. ബാഗുകളോടെ ഉണ്ട്. ഈ ഷൂ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഈ ഷൂ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി ഷൂ ആണ്. അടിപൊളി സാധനം. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഇവിടെ വന്നതിൽ ക്വാളിറ്റി നല്ല ഫീൽ ചെയ്ത സാധനം കേട്ടോ ഈ സാധനം. എത്ര സൈസ്? 45. പക്ഷെ നല്ല അടിപൊളി സാധനം കേട്ടോ ഈ സാധനം. ഇതൊക്കെ അതിൻ്റെ വേറെ സാധനം കൂടി, 2 സാധനങ്ങൾ ഇതാ. ഇതും അടിപൊളിയാണ്. നല്ല സ്മൂത്ത് സാധനം. അതിന് വില ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അതിന് വില എത്ര ഇടാം? 44 dirhams. അതിന് വില ഉണ്ട് കുറച്ച്. 44 dirhams ആണ് അതിന് വില. സാധനം കാണിച്ചാൽ ഏറ്റവും വില കുറവുള്ള സ്ലിപ്പർ നോക്കിയേ. സ്ലിപ്പറിൻ്റെ വില, ഈ സ്ലിപ്പറിൻ്റെ വില നോക്കിയിട്ട് നിങ്ങൾ 1 dirhams 99 ഫിൽസും. അപ്പോൾ ഏകദേശം 2 dirhams. 2 dirhams ആണ് നാട്ടിൽ എത്രയാടാ? 50 റുപ്യ അല്ലേ? 50 റുപ്യ മാക്സിമം പിടിച്ച 50 റുപ്യ. 50 റുപ്യ ഇല്ല, 50 റുപ്യൻ്റെ സാധനമായി സാധനം നോക്കി. ഈ സ്ലിപ്പറെല്ലാം 48 റുപ്യ. 48 റുപ്യക്ക് നമ്മളെ നാട്ടിൽ കിട്ടും സ്ലിപ്പർ. അതാണ് നമ്മളെ UAE വില കുറഞ്ഞ സാധനം കിട്ടും, വില കൂടിയ സാധനം കിട്ടും. അടുത്ത കേട്ടോ 6 dirhamsന് 5.99 മറ്റേ നൈക്കിൻ്റെയും അഡ്രാസിൻ്റെയൊക്കെ ഒറിജിനൽ സാധനത്തിൻ്റെ കോപ്പി. ഇത് ഒറിജിനൽ അല്ലേ? NKF ആണല്ലേ? നൈക്കൊന്നല്ല, വേറെ സാധനം. പിന്നെ നമ്മുടെ JCB ഇവിടെ ഉണ്ട്. JCB പോലത്തെ സാധനം നാട്ടിൽ കളിക്കുന്ന സാധനങ്ങൾ. ടിപ്പർ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഒക്കെ 4 dirhams 99. 5 dirhams പറഞ്ഞാൽ അത് 19. മറ്റൊക്കെ 4 dirhams ഇടാം. ഇത് നോക്കിയേ 5 dirhams. ഇത് 4.99. ഇത് ഈ സാധനം അതിനൊക്കെ അത്ര വിലയുള്ളൂ. ഫുള്ള് ചെരുപ്പാട്ടോടെ. ഈ ഏരിയ മൊത്തം ചെരുപ്പാണ്. ഏതൊക്കെ നാടാ? സബലാറ്റയാണുള്ളത്. ഇതൊക്കെ പ്രിൻസ് ഇതൊന്ന് വാങ്ങിക്കണോ മനസ്സേ? ഇതെങ്ങനെ ഉണ്ടാവും? ഞാൻ പ്രിൻസിൻ്റെ കാലിന് ഭാഗ്യക്കാരത്. ഷെബീർ നമ്മുടെ ഇടക്കിടക്ക് മുങ്ങണ് കേട്ടോ. ഷെബീറിനെ നമ്മൾ ശ്രദ്ധിക്കണം. ഷെബീർ കുറേ നേരമായിട്ട് നമ്മുടെ നിന്ന് മുങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവങ്ങളുള്ളത്, കാണാനുള്ളത്. ഏതായാലും ഇന്ന് നീളക്ക് നിസ്കരിക്കാൻ സെപ്പറേറ്റ് മുസലുണ്ട് കേട്ടോ. ഓക്കെ, ഗ്രൂപ്പ് മുസല്ല. ഇത് നമ്മൾ പണ്ട് ഡെറാഡൂണിൽ പോയി ഉപയോഗിച്ചാണ്. പ്രിൻസിപ്പ് ഒന്ന് ഇട്ടൊന്ന് കാണിച്ചു കൊടുത്തടാ. നാടാ ഒന്ന് നാടനിട്ടാടാ. ഒരു അല്ല ഒന്നിട്ട് പച്ചട് ഞാൻ ഇട്ടോളാം. ഇന്നത് പിടിച്ചാ ഇത് ക്യാമ്പ് പിടിച്ചാൽ ഞാൻ ഇട്ടോളാം.
ഏട്ടാ ഏട്ടാ നമ്മളെ കാണികൾക്ക് വേണ്ടി നമ്മൾ ഇട്ട് കാണിച്ച ഗൈസ് സാമ്പിൾ വെട്ടിക്കെട്ടാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ഏട്ടാ നമ്മുടെ ക്യാമറ ഇല്ല നാടാ ഉണ്ടല്ലേ പ്രിൻസിപ്പറാ ഇതിന് മറ്റേ ആ പോക്കോട്ട് കൊടുക്കാൻ മറ്റേ ജോസ് പ്രകാശിന്റെ മറ്റേ സാധനമില്ലേ പോക്കലൊക്കെ കൊടുക്കാം ഗൈസ് ഒരു പൈപ്പ് ഒരു പോക്കോട്ട് ജോസ് പ്രകാശ് അനക്ക് പൊതപ്പാക്കി ഉപയോഗിച്ചാലോ പ്രിൻസേ ഏട്ടാ മറ്റേ പുകല്ലേ ഞങ്ങൾ പണ്ട് യൂറോപ്പിൽ പോയ സമയത്ത് നമ്മൾ ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ ഇത് നമ്മൾ സൗകര്യത്തിന് മടക്കി കുത്തുകയും ചെയ്യാം നമുക്ക് ഇതിന്റെ വില എത്രയാണ് 45 ഉറുപ്പ്യാണ് കേട്ടോ 45 റംസ് ഉണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ അഭിപ്രായത്തിൽ ഇത് വാങ്ങിയാൽ തരാം കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇടുകയും ചെയ്യാം പിന്നെ പുതപ്പായിട്ട് കടന്നുറങ്ങും പുതക്കുകയും ചെയ്യാം അല്ലേ നല്ല കട്ടിയുണ്ടോ നല്ല കട്ടിയുണ്ട് എൻ്റെ എയ്ത്തൊക്കെ ഉണ്ടല്ലോ ഓ പ്രിൻസിന്റെ ആ ബ്രാൻഡ് ഇത് ബ്രാൻഡാ ഇത് ബ്രാൻഡ് സാധനം കേട്ടോ പ്രിൻസിന്റെ എയ്ത്തൊക്കെ ഉണ്ട് ഇത് പൊടിയും കടിക്കുന്നുണ്ട് പരസ്യം കാണിച്ചോട്ടോ കാർപ്പറ്റ് അടിപൊളി കാർപ്പറ്റ് ഉണ്ട് ഗൈസ് ഗൈസ് നല്ലൊരു കാർപ്പറ്റ് എത്ര ഇത് നല്ല രസമുണ്ടാ പ്രിൻസേ അല്ലേ ഇത് നല്ല സ്റ്റൈലുണ്ട് എത്ര രൂപ ഉണ്ടേന് എത്ര 65 റംസ് അല്ലേ പക്ഷെ നല്ല നല്ല രസമുണ്ട് അല്ല നല്ല രസമുണ്ടാ നല്ല രസമുണ്ട് അടിപൊളി സാധനം അല്ലെങ്കിൽ അതിന് സ്മൂത്തുള്ള സാധനം അടിപൊളി സാധനം കേട്ടോ 65 ദിവസം ആകെ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ എനിക്ക് ഈ ഷെബീർ ഫുൾ ടൈം ഫോണിലാ ഷെബീർ ഫോൺ നിർത്തിക്കോ ബീറെ എൻ്റെ കസിൻ ഫോൺ വെച്ച് പോകണ്ടേ ബീറെ ചെങ്ങായി ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഷെബീർ ബാഗ് വിഷയമുള്ള ഇവിടെ ബാഗിലോടെ കേട്ടോ ഇത് ഷെബീറിൻ്റെ ബാഗിലേ അതാ ഷെബീറിൻ്റെ ബാഗ് ഷെബീർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗാണ് ഇവിടെ പൊതുവെ ഉപയോഗിക്കൽ ഈജിപ്ഷ്യൻസാ അല്ലേ ഈജിപ്ഷ്യനാണ് ഓക്കെ മിസ്സിയാ ഏട്ടാ ഷെബീർ കുളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ബ്ലാങ്കറ്റ് എടുക്കുന്നുണ്ട് ബ്ലാങ്കറ്റ് എടുത്ത ഷെബീറെ പ്രശ്നമില്ല ബ്ലാങ്കറ്റ് തോ അച്ചായേ सही बात है ഒരു ഫ്ലൈറ്റ് ബംഗാളിലോടല്ല ഫ്ലൈറ്റ് താഴത്തേക്ക് ഇറക്കാണ് ഓ മുഷ്കിൽ ദോ ആദ്മിയെ തോ നീച്ചെ നീച്ചലേക്ക് അറബി ഫ്ലൈറ്റ് താഴത്തേക്ക് ഇറങ്ങാൻ രണ്ടാൾ ഓ മുഷ്കിൽ ദോ ആദ്മിയെ തോ നീച്ചലേക്ക് രണ്ടാളുടെ താഴത്തേക്ക് കൊണ്ടുവരും ഫ്ലൈറ്റ് തരാം അമ്മ ടീമാണ് ഏതായാലും എന്താ ബ്ലാങ്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആ അതിർത്താണേ ഏട്ടാ തൽക്കണി പുതിയ ഐറ്റം തൽക്കണിക്ക് വില കൂടുതലാണ് 500 ഉറുപ്പ്യ ഉണ്ട് ആ ഇതാണ് നാടൻ മസ്കത്ത് ജാഫർ പറഞ്ഞ സാരതാട്ടോ കണ്ടാളി തലക്കണി അടി കളിക്കണേ നാടൻ വ്ളോഗ് വരുമ്പോ എന്നെ പൊടിച്ചു ഏട്ടാ പുതിയ ഐറ്റം തലക്കണിയാണ് ഇത് ചെറുതാ നീ ചെറുതിന് നീ കുഞ്ഞാണിടാ ഇനി ഇവിടെ വേറെ സാധനം കിട്ടോ ഒരു ദിവസം മറ്റേ കവറും സാധനങ്ങളൊക്കെ ഉണ്ട് മറ്റേ പ്ലേറ്റ് ജയിലിൽ കഞ്ഞി കുടിച്ചിട്ട് മാത്രമാണല്ലോ നാട്ടിൻ്റെ ഒരു വെറൈറ്റി അല്ലേ കാര്യം പറഞ്ഞ തലക്കും അടിച്ച ആവശ്യം നമ്മൾ മറക്കത്തോ അതിന് വില അമ്പത്തില്ല ഡിസ്കൗണ്ട് ഇട്ടുണ്ടായി അതിപ്പോ ഒപ്പം കണ്ടടി വെറൈറ്റി സാധനങ്ങളൂടെ ഇത് ഇതെന്താണെന്ന് നാടനോട് നമുക്ക് ചോദിക്കണം ഇതെന്താണ് നാടൻ കണ്ടുപിടുത്തത്തിനാണ് ചെറിയ കുട്ടികളെ നോള കളിക്കുമ്പോൾ അവരും തൊട്ടിലാട്ട കഞ്ഞിയും തൊട്ടിലാട്ട അവര് ഇവരൊന്ന് പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞാൽ മലപ്പുറത്തല്ലേ അപ്പൻ്റെ കൂടെ ഇപ്പൊ പെരുമ്പാവൂരല്ലേ അങ്ങനെ കൂടുതലാണ് മലപ്പുറം പഠിച്ചിട്ടുണ്ട് ഇതെന്താ നാടൻ പറഞ്ഞ എന്തിനാ എനിക്ക് തൊട്ടിലാട്ടിട്ട്
കഞ്ഞാറ്റ ചെറിയ കുട്ടികൾക്ക് കഞ്ഞി ഇതിൽ വെച്ചിട്ട് തൊട്ടിലാട്ടി ആറ്റി കൊടുക്കണം. അപ്പൊ ചെറിയ കുട്ടികൾക്ക് തൊട്ടിലായി അതിന്റെ മോഡേൺ ആണെങ്കിൽ ഇതാ മരത്തിലാട്ടി. ഇതൊക്കെ ഏതായാലും ഒറ്റ ഒരു ആട്ടല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ ആട്ടം ഉണ്ടാവില്ല അല്ലേ? അതോടുകൂടി നമ്മളാട്ടും. അതല്ല പോപ്പടെ. അങ്ങനെ ഇതുപോലത്തെ കണ്ടുപിടുത്തങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയ ആളാണ് നാടൻ. നാടൻ്റെ പേരെന്താ പറയുക? കണ്ടു നാടൻ. അതും കൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ല. നാടൻ്റെ പ്രത്യേക തരം പേരുണ്ട്, കണ്ടു നാടാണ് ആശാൻ്റെ പേര്. ഏത് സാധനങ്ങൾ ചോദിച്ചോ അതിനെക്കുറിച്ചുള്ള വിവരം നാടൻ്റെ അടുത്തുണ്ടാവും. ശങ്കൻ ഇതൊന്ന് പറഞ്ഞ നാടൻ എന്താണ്? ഇല്ല ഒന്ന് പറയും എന്നാലും കേട്ടോട്ടെ. ശങ്കുണ്ടോ? ഊതി ഒരു ഭാഗത്ത് കൂടെ ഊതുക, കുടിച്ച അതാണ് ശങ്കൂതി പാത്രം. ശങ്കന് ഞാൻ കൊടുക്കാം. ശങ്കൻ എനിക്ക് വേണ്ട ശങ്ക, നീ എടുത്തോടാ ശങ്ക. ഏടാ റൗഫേ. പിന്നെ ഇവിടെ വേറെ ഇതെന്താണ്? ഇതെന്തിനുള്ള പാത്രമാണ്? ഇത് മറ്റേ ഇതെനിക്ക് കൊണ്ട് റഫാത്ത് നമ്മൾ പരിപാടി കൊണ്ടുവന്നല്ലോ. അടി തീടുക, അട വെക്കുക, തിരി കൊളുത്തുക, കത്തിച്ച. പക്ഷെ ഇതെന്താ ഈ ഗ്ലാസിന്റെ സാധനം ഇപ്പൊ പൊട്ടില്ല നമുക്ക് പറയാൻ പറ്റില്ല. ചിലവലത്ത് പൊട്ടും, ചിലവലത്ത് പൊട്ടൂല. ഇതൊക്കെ പാത്രം അടിപൊളി പാത്രം കേട്ടോ. അത് ശരിയാ, ഈ സാധനത്തിന് വില ഇട്ടില്ല. ഇതിൽ ഇത് അടിപൊളി നല്ല ക്വാളിറ്റി കാണാണ്ട്. ഇത് മറ്റേ ഇതും ജയിലിൻ്റെ വകന ബാഗത്ത് ആ സാധനം ചെറിയ ബോളിനോ, ആ ബോളിനെന്താ വില നോക്കിയാൽ വൈറ്റ് കളർ നല്ല രസമുണ്ടല്ലോ. 697 റുപ്യ അല്ലേ? അപ്പോൾ ഏകദേശം നാളെ പറഞ്ഞത് റെഡിയാണ്. ഏട്ടാ അർബാനുണ്ട് ദഫുണ്ട് അല്ലേ? എന്താ അർബാനാണ് നല്ല ബേക്കറി. 12 റുപ്യ. തീടുക, ചൂടാക്കുക, മുട്ട. മുഹമ്മദ് നമ്മളിപ്പോൾ പാട്ടോടൊന്നല്ലേ, പാട്ട് തീരില്ല കേട്ടോ. മരച്ചോട്ടിൽ വിശ്രമിക്കാൻ വന്ന അഞ്ജുവും ടുട്ടുവിൻ്റെ കൂടെ അഞ്ജുവിൻ്റെ ഹസ്ബൻഡ് പ്രിൻസ് ഇപ്പം എത്തിയിരിക്കുന്നത് അജ്മാനിൽ. അജ്മാനിലെ സ്വർണ്ണമുട്ടയുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. ഓ ഗൈസ്, ഇത് വാവുമായിട്ടുള്ള സ്പൂൺസും ഫോർക്കുകളാണ് കേട്ടോ. എന്ത് സെറ്റപ്പ് അല്ലേ? അടിപൊളി സാധനം കേട്ടോ, അടിപൊളി സാധനം. ഗോൾഡൻ കളർ, ഫുൾ ഗോൾഡൻ കളർ കട്ട്ലറി സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ നാടനയുടെ ഒരു ഫോണും വരുന്നുണ്ട്. ഓനെ ഇവില്ല ഒന്നാമത് പ്രശ്നം അതാ, ബില്ലെടുക്കാനായിട്ടോ അല്ലേ? അയ്യോ അടിപൊളിയില്ലേ, നല്ല സ്റ്റൈലുണ്ട്. അങ്ങനെ നമ്മുടെ ഏകദേശം ഷോപ്പിംഗ് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 5 എന്തൊക്കെ സാധനം വാങ്ങിയേ? എന്തായാലും 20 ഡ്രസ്സ്. ആ ചെരുപ്പിട്ട് പുറത്തൊക്കെ അതിൽ കയറിയിട്ടുണ്ട് ഡ്രസ്സിൽ. ഇവിടെ കുറേ ഡിറ്റർജൻറ്റും എല്ലാ സാധനങ്ങളും ഉണ്ട്. പൊട്ടോടെ ചായ വെച്ചാൽ അതിലല്ല. പ്രിൻസ് വാങ്ങിയതാ? ഇത് പ്രിൻസിൻ്റെ സാധനം ഇവിടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇനി ഈ കളർ ജ്യൂസൊക്കെ മേടിച്ചോന്ന്. നാടൻ്റെ മാസ്മരികമായ ഷോപ്പിംഗാണ്. ആ ഷോപ്പിങ്ങിൽ നാടൻ മുങ്ങുന്നുണ്ട്. നല്ല കാണിച്ചു തരാം. നാടൻ നോക്കിയ ലൈഫ്. ഈ ട്രോളി മൊത്തം വാങ്ങിയിട്ടുണ്ട്. ട്രോളി ഉണ്ടോ? ഇത് നിറച്ച് സാധനം വാങ്ങിണേ. പക്ഷെ ഇതിന് എത്ര ബില്ലാവുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ സാധനത്തിന് ഒരു ട്രോളി നിറച്ച് സാധനം വാങ്ങി കേട്ടോ. 50 അത്രയും സാധനം വാങ്ങിയിട്ട് 50 റംസായിട്ടായത്. അതങ്ങനെ തന്നെ അങ്ങനെ തന്നെ കൊടുത്തേക്ക്. ഷബീറിനാ? ഓക്കെ. അവിടെ പറഞ്ഞ എനിക്കിൻ്റെ വക ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിയവരുണ്ട്. ഇത് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഡ്രസ്സ്. എനിക്കതാ നാടാ. ഇത് മുതലാവും വാങ്ങിയത്. വാങ്ങിയ മുതലാവും. എന്തൊക്കെ നിലം തുടക്കാൻ വാങ്ങിയതാട്ടോ. നമുക്ക് ഇടാനല്ല, നിലം തുടക്കാൻ വാങ്ങിയതാ. ഇത് എന്തിനാ നിങ്ങൾക്ക് അറിയില്ലേ? ഇത് കൗത്തിൽ രാത്രി കിടക്കുമ്പോൾ കൗത്ത് വെക്കാനാ. അതാണ് നാട്ടിൽ പോകുമ്പോൾ ഉപയോഗിച്ചാനല്ല. ടർക്കികൾ എത്തൊക്കെ നാടജ് വാങ്ങിയത്. മാഷാ, ഇതൊക്കെ വ്ളോഗിൽ വരും. ഏതായാലും ആടാ ആർ യു ഹാപ്പി? ഡബിൾ ഹാപ്പി. നാടൻ സർപ്രൈസ് ആയി അവിടെ എത്തുമ്പോൾ സാധനം എടുത്തു. നാടൻ സാധനം എടുത്തിട്ട് കൊയങ്ങിണ്. ഇത് തീർന്നില്ല.
ഇത്ര സാധനം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നോക്കി ഇത്രയും സാധനം എടുക്കാനാ. നാടകത്തെ മറ്റേ കിണറ് വാരി തീരുന്നല്ലോ, കറാമത്തുള്ള കിണറാ. ഇത് എടുക്കുന്നവർ കൂടി കൂടി വരിക. ഇതൊക്കെ ഇവിടെ കുത്തി നിറച്ചൊക്കെ ഉണ്ട് ഡെയിലി. അല്ല പഠിച്ചോനെ, ഇതൊക്കെ എത്ര എടുത്തിരുന്ന നേരം എമ്മേ. ഇത്ര സാധനത്തിന് എത്ര വില ആവുന്ന ആർക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് നമ്മൾ ഏതായാലും പറഞ്ഞുതരാം, അറിഞ്ഞ ആൾക്കാർ ഗസ് ചെയ്യട്ടോ. ഷെബീറിൻ്റെ ഡ്രസ്സല്ലേ? ഷെബീറിന് നാടൻ്റെ വക ഗിഫ്റ്റാണ് 100 ദിർഹംസിൻ്റെ ഒരു ഷർട്ട്. എനിക്ക് വേണ്ട. ഷെബീർ ഗിഫ്റ്റ് കൊടുക്കണ ഷെബീറിന് എത്ര ബില്ലാടാ? എത്ര ബില്ല്? 109 രൂപ 109 ദിർഹംസ് അതായത് 109.90. എത്ര ഐറ്റം വാങ്ങി? 18 ഐറ്റം. അത് 18 ഐറ്റം നോക്കി ക്വാണ്ടിറ്റി നോക്കും. ഒരു ഐറ്റം 32 ഐറ്റം ഒക്കെ വാങ്ങി. ക്വാണ്ടിറ്റി നോക്കി നിങ്ങൾ ആദ്യം വാങ്ങിയിട്ട് എത്ര ഐറ്റം സാധനം വാങ്ങിയിട്ട് പൈസ ഉള്ളത്. പ്രിൻസിന് ഷോപ്പിംഗ് ആണ്. പ്രിൻസ് എത്ര ഡ്രസ്സാണ് വാങ്ങിയത്? 22 ഡ്രസ്സ് ടുട്ടൂര് മാത്രം. എന്താ പറയണത്? ടുട്ടു വളരെ ടുട്ടിന് വളരണ്ട, ഈ ഒരു കൊല്ലത്തേക്ക് വളരണ്ട. ടുട്ടുഞ്ഞ് വളരാൻ മതി. 22 ഡ്രസ്സ് വാങ്ങിയല്ലോ. അപ്പം ഇനി ടുട്ടു ഒരു വർഷത്തേക്ക് വളരണ്ട, എന്നാലേ മുതലാവുള്ളൂ എന്ന് പറഞ്ഞത്. അല്ല, അപ്പം നാജിൻ്റെ ഇവിടെ ബില്ലടിക്കുന്നുണ്ട് കേട്ടോ. അത് പർച്ചേസർമാർ ഇവിടെ ബില്ല് നോക്കുന്നുണ്ട്. മെയിൻ പർച്ചേസർമാർ സാധനങ്ങളാണ്. കണ്ടോളി ഗൈസ്. അറബിയാനി മുങ്ങിട്ട് കാര്യം എന്നെ കിട്ടിയ അറബിയാൻ്റെ ആ എല്ലാം 99 രൂപ. ഒക്കെ 99 ദിർഹംസാട്ടോ ഒരു സാധനത്തിന്. 99 ദിർഹംസാടാ. ഹാൻഡ് വാഷ് 99 രൂപ. മദർ ചോയ്സ് ഹാൻഡ് വാഷ് 650 ml ഹാൻഡ് വാഷിന് 99 ദിർഹംസ്. അല്ല 99 പിൽസ്. എന്താണ് എത്താ സൈഡ് സാധനത്തുണ്ടായിച്ചൊന്ന് ആലോചിച്ചോണ്ടിട്ടോ. അടുത്ത സാധനം ഉണ്ടെന്ന് ആലോചിച്ചോണ്ടി. ആ 99 പിൽസിന് സാധനം കൈയൊക്കെ പറ്റും. അപ്പം നിലത്ത് കൂടെ വെക്കേണ്ടി വരും. വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട്, അതും കൂടി നമ്മൾ കാണിച്ചു തന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി ഫുഡ് കഴിക്കാൻ പോകലാണ് ഗൈസ്. മെയിൻ ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ ബാഗും തൂക്കി പിടിച്ച് വരവായിട്ടോ ഗൈസ്. അതാണ് സാധനം കണ്ടോ. സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് വണ്ടിക്ക് പോകാട്ടോ. ഓക്കെ, ഷോപ്പിംഗ് പരിപാടികളും കഴിഞ്ഞിട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ വണ്ടിക്ക് പോവാണ്. എങ്ങനെ വണ്ടി ഉണ്ടില്ല. ആ പിന്നെ വേറെ സന്തോഷ വാർത്തയുള്ളത്, നമ്മൾ ഷെബീർ ഇവിടെ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വണ്ടി നമ്മൾ കാണിച്ചു തരാം. ഷെബീർ വന്നിട്ട് ആ വണ്ടി മാത്രമല്ല ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ നമ്മൾ വണ്ടി കാണിച്ചു. ഷെബീർ വണ്ടി ഇവിടെ വെച്ചേ അപ്പുറത്ത് കച്ചടപ്പനപ്പുറത്തുള്ളൂ അല്ലേ? ഓക്കെ, നമുക്ക് പോയി കേട്ടാ. ആ ഷെബീറിന് എന്തായാലും ആഗ്രഹം ഉണ്ടാവും. അല്ല, ഷെബീറിന് വണ്ടി എടുത്താണ്. ഷെബീറിൻ്റെ വണ്ടി എടുത്ത് ഞാൻ കാണിച്ചു തരാം. എന്താണ് വണ്ടി? യെസ്, എന്താ സൊനാറ്റ അല്ലടാ. എന്താട്ടാ വണ്ടി? മോനെ, ഇതാണ് ഷെബീറിൻ്റെ വണ്ടി. ഷെബീറിൻ്റെ പുതിയ വണ്ടി കേട്ടോ. മാഷാ അല്ലാ, മബ്രൂക്ക്. യെസ്, സത്യം പറഞ്ഞാൽ ഇവിടെ പ്രവാസിയായി നിൽക്കുമ്പോൾ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആഗ്രഹമാണ്, സ്വപ്നം. ആ ദുബായിൽ ഫസൻ്റെ തൊപ്പിയില്ലേ, ഫസൻ്റെ തൊപ്പി വെച്ച്. ഇതാണ് ഷെബീർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഷെബീർ. ഇവിടെ നമ്മളെ ഇതാട്ടോ ഉസ്താദാണ്. ഡ്രൈവിങ് കുട്ടികൾക്ക് സ്റ്റുഡൻസിനൊക്കെ അല്ല, പിന്നെ ഇത് പഠിപ്പിക്കുന്ന ആളാണ്. ആ ഇവിടെ ഇത് നമ്മുടെ നാട്ടിലെ ഉസ്താദല്ല, ഇവിടെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഇവിടെ ഉസ്താദ് എന്നാണ് പറയാം. ആ ഫുഡൊക്കെ എത്തിയത് വെജ് മീലാട്ടോ. ഷെബീർ ഇതാ വരുന്നുണ്ട്. പിന്നെ കപ്പിൾസ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ വെജ്മീറ്റ് അജ്മാനിൽ ചെറുക്കിലുള്ള വെജ്മീലുള്ളത്. ഓക്കെ, ഭക്ഷണം കഴിക്കാനുള്ള വരുന്നത് എല്ലാവരും ഇങ്ങനെ വരുന്നേ ഉള്ളൂ. നാടൻ കിട്ടിയിട്ട് ഫ്രണ്ട്സ് ഉണ്ട്, ബാക്കിയുള്ള കൈയേക്കാൻ പോകണം. എന്താണ് ഗൈസ്, എന്ത് കഴിക്കുന്നാടാ? പ്യൂർ വെജ്. നല്ല മസാല ദോശ, അത് വെറൈറ്റി സാധനങ്ങൾ. വെജ് എനിക്കും പ്രത്യേകിച്ച് നമ്മളെന്താ പറയുക, സ്പെഷ്യൽ വെജ് സാധനങ്ങൾ ടെസ്റ്റ് വെച്ചോ. അല്ല, നോൺ വെജ് ഉണ്ടോ? നോൺ വെജ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. മതിയോ? ചിലപ്പോൾ ഉണ്ടാവും, നോൺ വെജ് ഉണ്ടാവും. നോക്കാം, ചോദിച്ചോ, കണ്ടാവും. നമ്മള് വണ്ടിന്റെ ഓണർ എത്തിന്, പുതിയ വണ്ടിന്റെ ഓണർ ഷെബീർ. സൊനാറ്റ ഷെബീറിന്റെ വണ്ടി ഇതാടോ, പേര് സൊനാറ്റ. സൊനാറ്റ ഷെബീർ എന്ന് അറിയപ്പെടുന്നു. ഗീ മസാല, എനിക്ക് മസാല ദോശ. ഞാൻ ഇപ്പൊ എന്താ പറയാ, സ്പെഷ്യൽ ദോശ. സ്പെഷ്യൽ ദോശ പറയും. ഒരു സ്പെഷ്യൽ ദോശ ഉണ്ടോ?
അർബാനിക്ക് എന്താ പറഞ്ഞേ? മസാല ദോശ കേട്ടോ, അർബാനിക്ക് മസാല ദോശ. അന്ന് ഞാൻ എന്തായാലും കൊടുക്കും, കൊള്ളിച്ചു. വീഡിയോയിൽ എവിടെയും കൊള്ളിച്ചു. ഇപ്പോൾ ഒഴിഞ്ഞ് നടക്കുക, എന്തായാലും ഞാൻ കൊള്ളിച്ചു. മസാല ദോശ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു മസാല ദോശ വെക്കണോ? നോർമൽ ഗീ മസാല. ഞാൻ നോർമൽ ഒന്ന് നോർമൽ. എന്തൊക്കെ സാധനം പറഞ്ഞാടാ? 4 ഗീ മസാല ദോശ, ഒരു നോർമൽ മസാല ദോശ, ഒരു സ്പെഷ്യൽ മസാല ദോശ, പൂരി ബജി പറഞ്ഞു, ഒരു പൂരി ബജി. ഇന്ന് ഇവിടെ കടലാഞ്ചിവിടായി. അടുത്ത പേരെ കടലാഞ്ചി വിട്ടായി കേട്ടോ. ഫസ്റ്റ് സാധനം പറഞ്ഞ സാധനത്തി പൂരി ഭാജി. മോനെ വെജ്മീലെ പൂരി ഭാജി നടന്ന് കഴിച്ച് ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്ന പറ, ടേസ്റ്റ് കഴിച്ചിട്ട് പറ ചങ്ങായി. പെട്ടതാടാ. ഇവിടെ വിടുന്ന പോലെ ചുറ്റുഭാഗത്തും ദോശക്കാരാണ്, എല്ലായിടത്തും വരാം. 4 ഭാഗത്തുനിന്ന് ദോശ. അത് നോക്കിയാണ് അത് ടേസ്റ്റ് സത്യം പറഞ്ഞ സത്യമായിട്ടുള്ള ഓ നെയ് മസാല സ്പെഷ്യൽ മസാല ഗീ മസാല. ഗീ മസാല എനിക്ക് ഗീ മസാല പ്രിൻസ്. എന്താ ഗീ മസാല പറഞ്ഞേ? ഓക്കെ ഗീ മസാല കേട്ടോ, അറബിയാൻ്റെ ഗീ മസാല. അന്നെ പിടിച്ചിട്ട് എന്തെന്നിട്ട് കാര്യമില്ല, അന്നെ അത് കൊള്ളിച്ചെന്തായാലും. അവനെ മൊത്തം പിടിച്ചിട്ടുണ്ട്. അന്ന പേരെന്താ? രാഹുൽ. ഇത് നമ്മളെ മെയിൻ ആൾ ഇതാട്ടോ. കുറേ ക്യാമറയിൽ നിന്ന് മുങ്ങി നടന്നിന്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, സൂപ്പറാ. 5 അഭിപ്രായം പറഞ്ഞ കഴിക്കട കിട്ടു. രസമുണ്ടോ അസൂബി? രസമുണ്ടോ? എങ്ങനെ? ഇല്ല, ഞാൻ ഗ്രൂപ്പിൽ പോയിട്ടില്ലേ, അത് വീഡിയോ എന്താ അറിയാം. കുറേ ദിവസം ബോക്സ് എടുത്തിട്ട് അത് ചാർജ് ടെസ്റ്റ് അടിച്ചാണ് എടുത്താ. ഇനി വേറെ കഥ പറഞ്ഞു കേട്ടോ. എങ്ങനെ മദ്രസിലേ കൊല്ലത്തിൽ ഒരുക്ക 2 ദിവസം 30 ദിവസം വരെ ഉണ്ട്. അതേമാതിരി പോലെ ചായ എല്ലാവർക്കും വേണം, എനിക്ക് വേണം ചായ വേണം. ഇത് സ്പെഷ്യൽ മസാല അല്ലേ? ഇത് നമ്മുടെ അടുത്ത് വന്ന സാധനം കേട്ടോ, സ്പെഷ്യൽ മസാലയാണ്. ഇത് നോർമൽ മസാല. പൂരി ഭാജി അവ പറഞ്ഞോ, അവിടെ പറഞ്ഞു. അത് കറി എന്ത് വാങ്ങിക്കോ, കറി ഉണ്ടോ? ഓക്കെ ശരി. അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് തരുന്നതാണ്. എത്ര പൈസ ആയത്? 58 ദിർഹംസായി. ഐസ്ക്രീം നമ്മൾ വാങ്ങാൻ പോകും. 58 ദിർഹംസായി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. വെജ്മീലെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡായിരുന്നു. കുറേ കാലമായിട്ട് നമ്മളെപ്പോഴും ചിക്കന് ബീഫ് അങ്ങനത്തെ ഐറ്റംസിൽ കഴിക്കൽ. ഇപ്പോൾ നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെജ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. എപ്പോഴും നോൺ വെജിലാണ് കഴിക്കുന്നത്. എന്താ ഫുഡിന് അഭിപ്രായം? എന്താ ചൂടത്ത് വെജാണ് കഴിക്കാനും നല്ലത്. ചിക്കൻ ചൂടല്ലേ. നമ്മൾ പോന്നപ്പോൾ തന്നെ വിചാരിച്ചു, ഇവിടെ കണ്ടപ്പം ഇവിടെ വന്നിട്ട് നമുക്കൊരു ഫുഡ് കഴിക്കണം, പ്യൂർ വെജിറ്റേറിയൻ കഴിക്കണം വിചാരിച്ചു. റെസ്റ്റോറൻറ്റ് ഉസ്മാൻ പച്ച എന്ന റെസ്റ്റോറൻറ്റ് നെസ്റ്റോണ്ട് തൊട്ടടുത്ത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.